വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ നാട്ടിലെത്തിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഞങ്ങൾ നാട്ടിൽ തന്നെയാണ്. ഇനി കുറച്ച് വീഡിയോസ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളാണ്. മേക്കുട്ടി രാവിലെ തന്നെ ബൈക്കിൽ കയറി ഇരുന്നിട്ടുണ്ട്. വട വാങ്ങാൻ പോവുകയാണ് രണ്ടുപേരും കൂടി ശ്രീകൃഷ്ണപുരത്തേക്ക്. ബൈക്ക് കയറാൻ കിട്ടുന്ന ഒരവസരവും അവൾ പാഴാക്കുന്നില്ല. ഇതാ നല്ല ചൂട് വട അവിടെ എത്തിയിട്ടുണ്ട്. മേഴ്ക്കുട്ടിയുള്ള പഴയ കളിപ്പാട്ടങ്ങളൊക്കെ പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഞങ്ങൾ വീണ്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കളിച്ചതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവൾ കളിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് അകത്താക്കണമല്ലോ. എത്ര അമ്മമാർക്കുണ്ട് ഈ ബുദ്ധിമുട്ട് എന്നുള്ളതൊന്നും പറയണേ. നാട്ടിൽ വന്നാൽ സുഖമായിട്ട് കുടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇളനീര്. അതൊക്കെ കുടിച്ച് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പാലക്കാട് പോവുക എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് സമയം കിട്ടിയാൽ ലുലുമോളിലൊക്കെ ഒന്ന് പോകണം എന്നുള്ളതാണ് പ്ലാൻ. പാലക്കാട് ലുലുമോൾ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. മുന്നിലിരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് മേഴ്ക്കുട്ടി. മുന്നിലിരിക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ. അതുമല്ല കാർ സീറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാർ സീറ്റിലിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. മംഗലാകുന്നത്ത് അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇന്ന് അമ്മയും വരുന്നുണ്ട്. ഞങ്ങൾ 5 പേരും കൂടിയാണ് ഇന്നത്തെ യാത്ര. മേഴ്ക്കുട്ടിയുടെ ദേഷ്യം അപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അവളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ പോകുമ്പോൾ റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ റോഡ് പണി അങ്ങനെ കിടക്കുമായിരുന്നല്ലോ. ഇപ്പം അതാ റോഡ് പണിയൊക്കെ കഴിഞ്ഞ റോഡിൽ കൂടെ പോകാനേ ഒരു സുഖം. പാലക്കാട് വന്നതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ലുലു മോളിലേക്ക് എത്തി. ലുലു മോൾ കണ്ടതും മേഴ്ക്കുട്ടി ചോദിച്ചത് വേറെ ഒന്നുമല്ല, ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഞങ്ങൾ വന്നത് ലുലു മോൾ ഒന്നും കാണാൻ വേണ്ടിയിട്ടാണ്. വേറെ കാര്യമായിട്ടൊന്നും വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് എന്നുള്ളത് വഴിയെ കാണാം. ലുലു മോളിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തായാലും ഞങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഒരു ഷോപ്പിംഗ് ചെയ്യണം. ഞങ്ങൾ പോകുന്നതിന് അത്ര സമയവുമില്ല. ആകെ ഞങ്ങൾ വന്നത് 20 ദിവസത്തിൻ്റെ വെക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറൊരു ദിവസം ഞങ്ങൾക്ക് ഇതിന് കളയാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഇന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അമ്മ എടുക്കണ്ടടാ, വീഡിയോ എടുക്കണ്ട കേട്ടോ. സൂപ്പർ. Say bye. ഇത് കണ്ടോ, ഞങ്ങൾ വെറുതെ ലുലു മോൾ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അവസാനം ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. മേഴ്ക്കുട്ടി എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ വലിയൊരു ബില്ലുമായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയതും മേഴ്ക്കുട്ടി കണ്ടത് പ്ലേ ഏരിയയാണ്. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ. അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് വാങ്ങി. ആ കാർഡിലെ പൈസ കഴിയുന്നവരെ നമുക്ക് ഏതിൽ വേണമെങ്കിലും കയറാം. അവരൊരു ബുക്കും ഫ്രീ ആയി തന്നിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ചെയ്യാവോ? റെഡി സെറ്റ് ഗോ.
ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ 2 ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു, ജ്യൂസൊക്കെ കുടിച്ചു. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഞാൻ 2 ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റെഡിയാണോ? റെഡി? മിഴി എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ബേബി. ഹായ് ബേബി. ഒരു ചെറിയ പിസ്സ കൂടി ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിലും കൂടി ഒന്ന് കയറി. അപ്പോഴേക്കും എല്ലാവർക്കും ശരിക്കും നടന്ന് വയ്യാതായിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും പ്രജേട്ടനും കൂടി പോയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഒരു ബെഡ്ഷീറ്റും എനിക്ക് കുറച്ച് ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായി പിസ്സ കൂടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അമ്മയെ കാത്ത് അച്ഛൻ മംഗലാകുന്ന തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കൂടിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിന്ന് പ്രജേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മീൽക്കുട്ടി വരുന്ന വഴിയിലേ ഉറങ്ങിപ്പോയി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നേരം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതാ വന്ന ഉടനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഉപ്പിലിട്ടതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കൈതച്ചക്കയും എല്ലാം. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുമ്പോൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടി കഴിച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബായ്.